അതായത് ഏറ്റവും പുതിയ വിത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും J4E ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ ചെടികളിൽ പൂക്കൾ നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല കളറോട് കൂടിയിട്ടും അതുപോലെ വിരിയുന്ന പൂക്കൾ അങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതെ നിലനിൽക്കാനൊക്കെ ആയിട്ട് എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ഓരോരുത്തരുടെ ചെടിയിൽ കൂടെ ഇങ്ങനെ പൂക്കൾ വരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? അപ്പം നമ്മുടെ ചെടിയിൽ കണ്ടോ, ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കാണാതെ പൂവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതും പല കളറുകളിൽ നല്ല ഭംഗിയിൽ. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിലാണ് ഇതുപോലെ നമുക്ക് പൂക്കൾ ഉണ്ടാകുള്ളൂ. നാടനിൽ പൂക്കൾ ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടാകും. പക്ഷേ നമ്മുടെ നാടൻ വെറൈറ്റീൻ്റെ പൂക്കൾ കാണാനായിട്ട് നമുക്ക് അത്ര ഒരു ഭംഗി തോന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്ത് കാണിക്കുന്നതെന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ. അതായത് ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരാനായിട്ട്. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെട്ടതാണ്. ഇത് ഒരു തണ്ടയിൽ നമുക്കൊരു 3-4 കളറ് ബഡ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. യെല്ലോ ഉണ്ട്, അതുപോലെ പിങ്ക്, വയലറ്റ്, റെഡും കൂടി ഉണ്ട്. പക്ഷേ റെഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വിരിഞ്ഞതായിട്ട് കാണുന്നില്ല. അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി. കണ്ടോ, നിറച്ചിങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂവായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ നാടൻ വെറൈറ്റി ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നുണ്ടല്ലോ, ഇതൊരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ ഒരു അഗ്രഭാഗത്തായിട്ടായിരിക്കും ഇതിന് പൂക്കൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ, തണ്ട് തന്നെയായിട്ട് നിൽക്കും. പിന്നെ ഒരു എന്താ പറയുക, പൂവ് ഉള്ളതിനൊരു തിക്നെസ് ഉണ്ടാവില്ല, കുറേ വിട്ടായിരിക്കും കേട്ടോ പൂക്കളുണ്ടാവുക. പിന്നെ ഇത് നല്ലൊരു എന്താ പറയുക, കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്ന് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു നാടൻ വെറൈറ്റി നിൽക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമുക്ക് എപ്പോഴും നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കാൻ. നമ്മുടെ ചെടിയുണ്ടല്ലോ, ഒരു അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു 99% സൺലൈറ്റ് കിട്ടണം കേട്ടോ. ആ രീതിയിൽ നമ്മുടെ ചെടികൾ വെച്ച് കൊടുക്കണം. അതായത് ഒരു ദിവസത്തിൽ ഒരു 6-7 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ചെടികൾ പൂവിടും കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ചെടീനെ ബൊഗേൻവില്ലയാണ് നമ്മളിങ്ങനെ നനച്ച് അങ്ങ് വല്ലാതെ അങ്ങനെ നനച്ച് കൊടുക്കരുത്. അതായത് ഇതിനൊരു ചെറിയ നന മതി. കൂടുതലും മണ്ണിങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നതാണ് ഈ ഒരു ചെടിക്ക് ഇഷ്ടം. പിന്നെ നമ്മൾ കൂടാതെ നമുക്കിതുപോലെ നല്ല ചെടികളിൽ നല്ല കളറോടുകൂടെ നല്ല എന്താ പറയുക യഥാർത്ഥ കളറിൽ പൂക്കൾ വിരിയാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വളം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ആ ഒരു അതായത് ഈ ഒരു പൂച്ചെടിനെ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇന്ന് ഇതിനൊരു വളം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് കൊടുക്കുന്ന വളം എന്ന് കാണിച്ചു തരാം. നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്ന വളമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുണ്ടല്ലോ നമ്മുടെ NPK 15-15-15 ആണ്. അപ്പം ഇതിൽ 3 ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു വളമാണ് കേട്ടോ. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അപ്പോൾ ഇത് 3 കൂടെ നമ്മുടെ ഈ വളത്തിൽ അടങ്ങിയതുകൊണ്ട് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കാനും അതുപോലെ തന്നെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന നല്ലൊരു വളമാണ്. ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെടീൻ്റെ ചുവട് ഭാഗത്തുള്ള കാടും കാര്യങ്ങളൊക്കെ പറിച്ചു കൊടുക്കണം. അപ്പോൾ ചെടീൻ്റെ ചുവട് വശം ക്ലീൻ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ വളം കൂടെ കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ കളകളെല്ലാം അങ്ങ് വളർന്ന് ചെടികളിൽ കിട്ടേണ്ട വളം മുഴുവനും നമ്മുടെ കളകളെടുത്ത് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചുവടുഭാഗം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചെടീൻ്റെ ചുവടുഭാഗവും നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വളം ഉണ്ടല്ലോ, ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം വലിയൊരു പോട്ടായതുകൊണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബൊഗൻവില്ലേൻ്റെ കുറച്ച് ചോടകത്തിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നനച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നനച്ച് കൊടുക്കുമ്പം ഇത് പതുക്കെ ഈ ഒരു പോട്ടി മിക്സറിലേക്ക് ലയിച്ചിറങ്ങി അപ്പോൾ നമ്മുടെ ചെടികൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഗ്രോത്തായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുമ്പം ഒറ്റയടിക്ക് ആ വളം നമ്മുടെ ചെടികൾ വലിച്ചെടുക്കും, ഭംഗിയിൽ വരും കേട്ടോ. ഇപ്പം നമ്മൾ 15-15 കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്ത് നമ്മൾ കൊടുക്കണം, നമുക്ക് DAP കൊടുക്കാം കേട്ടോ. അപ്പോൾ DAPയും കൂടെ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, നമ്മുടെ പൂച്ചെടിയിൽ ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ വരുന്നത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു വളത്തിന് അധികം റേറ്റ് ഒന്നുമില്ല, ചെറിയ പൈസ മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മളിത് മേടിക്കും, നമ്മുടെ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് വളം വിൽക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുവേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് മുന്നേ നമ്മളൊരു എന്താ പറയുക കുറേ വിത്തുകളുടെ സെയിൽ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൃഷി ചെയ്തെടുത്തിട്ട് നമ്മൾ പറിച്ചെടുത്ത വിത്തുകളാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ഫ്രഷായ വിത്തുകളാണ്. കുറേ പേര് നമ്മളോട് ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറേ പേർക്ക് ഞാൻ സീഡൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കിട്ടാത്തവർ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും നിങ്ങളുടെ കൈകളിലേക്ക് സീഡ് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും അതായത് ഏറ്റവും പുതിയ വിത്തുകൾ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അതായത് വിത്തുകൾ വേണ്ടവർ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളായതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ വാങ്ങാവുന്നതാണ് കേട്ടോ. പൂച്ചെടിയുടെ വിത്തുകളുടെ വീഡിയോയുടെ ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. പക്ഷേ വിത്തുകളൊക്കെ നമ്മൾ പാകി മുളപ്പിച്ചെടുക്കേണ്ടതിനും അല്ലെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതിനും ഒരു കാലാവധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ചെടികളെയൊക്കെ നമുക്ക് പൂക്കളൊക്കെ ഇടിക്കാനായിട്ടുണ്ടല്ലോ, നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ചെടികളിൽ തന്നെ നമുക്ക് പല തരത്തിൽ വെച്ച് കൊടുക്കേണ്ട ചെടികളുണ്ട്. നല്ല സൺലൈറ്റ് കിട്ടേണ്ട ചെടികളുണ്ട്, ഒരു നോർമൽ സൺലൈറ്റ് കിട്ടേണ്ട ചെടികളുണ്ട്, ഒട്ടും എന്താ പറയുക പിന്നെ സൺലൈറ്റ് കൊടുക്കാൻ പാടില്ലാത്ത ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ട് നമ്മൾ അതിന് കൊടുക്കേണ്ട ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ നമുക്ക് എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് എന്തായാലും ചെയ്യണേ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അത് അറിയിക്കുന്നത് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.